പരിശോധനയിൽ ഗുരുതര വീഴ്ച. സന്നിധാനത്തേക്കുള്ള മിൽമയുടെ നെയ്യ് പമ്പയിൽ പരിശോധിച്ചത് ചെറിയ അളവിൽ മാത്രമെന്നാണ് കണ്ടെത്തൽ. ദേവസ്വം സെക്രട്ടറി MG രാജമാണിക്യം ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഗുരുതര കണ്ടെത്തലുകൾ ഉള്ളത്. 30 ലോഡിൽ 6 ലോഡിൽ നിന്ന് മാത്രമാണ് ഫുഡ് സേഫ്റ്റി സാമ്പിൾ ശേഖരിച്ചത്. ഗുണനിലവാര പരിശോധനയ്ക്ക് മാത്രം യഥാർത്ഥ നെയ്യ് നൽകിയെന്നാണ് ഇപ്പോൾ ഉയരുന്ന സംശയം. വേണ്ടത്ര നെയ്യ് സന്നിധാനത്ത് കിട്ടിയിട്ടും മിൽമയുമായി ദേവസ്വം ബോർഡ് കരാറുണ്ടാക്കിയതിൽ സംശയമുണ്ടെന്ന് കൂടി റിപ്പോർട്ടിൽ പറയുകയാണ്. അതേസമയം നെയ്യ് ക്രമക്കേടിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് K ജയകുമാർ പറഞ്ഞു. മിൽമ തന്ന നെയ്യിൽ എന്തെങ്കിലും പോരായ്മ ഉള്ളതായിട്ടുള്ള ഒരു പരാതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ബോർഡിൻ്റെ ശ്രദ്ധയിലും പെട്ടിട്ടില്ല. കഴിഞ്ഞ സീസണിലാണ് ഇത് നടന്നത്. ഇപ്പോൾ ഈ പരാതി വരുന്നതിന് മുമ്പ് തന്നെ, ഇപ്പോൾ ഇത് മിൽമയിലെ അന്വേഷണമൊക്കെ വരുന്നതിന് മുൻപ് തന്നെ ഈ വർഷത്തെ അരവണ നിർമ്മാണത്തിനും മറ്റും, കാരണം ഇത്രയും നെയ്യ് വരുന്ന ശബരിമലയിൽ ഇനി നെയ്യ് വീണ്ടും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല എന്നൊരു യുക്തിസഹമായൊരു തീരുമാനം നേരത്തെ എടുത്തിരുന്നു. അത് ഇത് കാരണം കൊണ്ട് എടുത്തതല്ല. ഇപ്പോൾ ആ തീരുമാനം നല്ലതായെന്ന് ഞങ്ങൾക്ക് തോന്നുകയാണ്. ഈ ഫുഡ് സേഫ്റ്റിക്കാരുടെ ലബോറട്ടറിയിൽ സാമ്പിൾ പരിശോധിച്ചിട്ടാണ് മിൽമ തന്നിട്ടുള്ള എല്ലാ നെയ്യും മുകളിൽ കയറ്റിയിട്ടുള്ളത്. അതിലെന്തെങ്കിലും പോരായ്മ ഉള്ളതായിട്ട് ഇതുവരെ ഒരു പരാതി ഉയർന്നിരുന്നില്ല. ഇനിയിപ്പോൾ ഇത് ഉപയോഗിച്ച് പോയ നെയ്യ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും ഞങ്ങൾ വാങ്ങുന്നില്ല. ഇനിയിപ്പോൾ MG പ്രതീഷാണ് ചേരുന്നത്. പ്രതീഷ്, അതാണ് മിൽമയുമായുള്ള കരാർ റദ്ദാക്കിയിട്ടുണ്ട്, പക്ഷേ ഗുരുതരമായ ക്രമക്കേടാണ് നടന്നിരിക്കുന്നത്. പരിശോധനയ്ക്ക് മാത്രം യഥാർത്ഥ നെയ്യ്, നല്ല നെയ്യ് കൊടുത്തു, അതിനുശേഷം മോശം നെയ്യ് കടത്തി എന്നതാണോ റിപ്പോർട്ടിലുള്ളത്? വിനീത, തീർച്ചയായും ശബരിമലയിലേക്കുള്ള നെയ് വിതരണത്തിൽ അടിമുടി ദുരൂഹതയാണ് നിലനിൽക്കുന്നത്. 5000 ലിറ്റർ വീതമുള്ള 30 ലോഡുകളാണ് മിൽമയിൽ നിന്ന് ശബരിമല സന്നിധാനത്തേക്ക് എത്തിയത്. പമ്പയിൽ എത്തുന്ന ഈ എല്ലാ ലോഡുകളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിക്കണം എന്നതാണ്. പക്ഷേ ഈ 30 ലോഡുകളിൽ 6 ലോഡുകളിൽ നിന്ന് മാത്രമാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സാമ്പിൾ ശേഖരിച്ചതായി ഇപ്പോൾ രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പരിശോധിച്ച ഈ 6 ലോഡുകൾ അത് ഈ ഗുണമേന്മയുള്ള നെയ്യ് പരിശോധനയ്ക്ക് വേണ്ടി മാത്രം എത്തിച്ചു. ബാക്കി വ്യാജ നെയ്യ് അല്ലെങ്കിൽ ഗുണമേന്മ കുറഞ്ഞ നെയ്യാണ് കൊണ്ടുപോയത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ടിലും ഉള്ളത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട വലിയ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഭക്തർ കൊണ്ടുവരുന്ന നെയ്യ് ഉപയോഗിച്ച് തന്നെ ശബരിമലയിൽ അരവണയും അപ്പവും നിർമ്മിക്കാം എന്നതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്പസമയം മുമ്പ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ എന്തിന് മിൽമയിൽ നിന്ന് നേരത്തെ ടെൻഡർ വഴി ഈ നെയ്യ് അവിടെ കൊണ്ടുവന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, മിൽമയിലെയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും ഈ ഇടപാടിൽ പങ്കുണ്ട് എന്നതാണ് ദേവസ്വം വിജിലൻസിന്റെയും കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ അക്കാര്യം ഉൾപ്പെടെ അന്വേഷിക്കുമെന്നതാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ചേരുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ ഇക്കാര്യം ചർച്ചയാകും. ഒപ്പം ദേവസ്വം വകുപ്പ് സെക്രട്ടറി സമർപ്പിച്ച റിപ്പോർട്ട് സർക്കാരിന്റെയും പരിഗണനയിലാണ്. ശരി, ഇതിൽ കൃത്യമായ അന്വേഷണം വേണം എന്നത് തന്നെയാണ് ദേവസ്വം ബോർഡിന്റെയും നിലപാട്. ഏതായാലും ഗുരുതര ക്രമക്കേടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന് പിന്നാലെ മിൽമയുമായുള്ള കരാർ അല്ലെങ്കിൽ മിൽമയുടെ നെയ്യ് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തിയിരിക്കുകയാണ്. ഏതായാലും ഈ നെയ്യ് തട്ടിപ്പിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെടുകയാണ് തിരുവാഭരണം പാത സംരക്ഷണ സമിതി.